ാണ് ശ്രീ മാത്യു അച്ചാടൻ്റെ മരണവാർത്ത അറിഞ്ഞത്. 11 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് ശ്രീ ചിത്തിര തിരുനാൾ ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണത്തിന് കീഴടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുകയും അതിലൂടെ എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം മാത്യു അച്ചാടനിൽ തുന്നിച്ചേർത്ത് അദ്ദേഹം 11 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഞങ്ങളും നീലകണ്ഠ ശർമ്മ ഫൗണ്ടേഷൻ അംഗങ്ങളും ഒപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. 2015 ജൂലൈ 24 എൻ്റെ ഭർത്താവിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും അതിനോട് ഒപ്പം ഡോക്ടർമാർ അവയവദാനത്തെക്കുറിച്ച് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഉള്ള എല്ലാ വൈറ്റൽ ഓർഗൻസും എടുത്തുകൊള്ളാനായിട്ട് സമ്മതപത്രം എഴുതി നൽകുകയും ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് അന്ന് വളരെയധികം വാർത്തയായിരുന്നു ഈ ഹൃദയം മാറ്റിവെക്കൽ. കാരണം കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു എയർ ആംബുലൻസിൻ്റെ സഹായത്തോടുകൂടി ഹൃദയം ദൂരെയുള്ള കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും രാത്രി തന്നെ തലേദിവസം രാത്രി തന്നെ മുഖ്യമന്ത്രി ആ ഉത്തരവിൽ ഒപ്പിടുകയും കേരളമാകെ ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ മാത്യു അച്ചാടൻ്റെ മരണവാർത്ത വീണ്ടും കേരളം ചർച്ച ചെയ്യുന്നത്. അവയവദാനം എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ള ഒരുപാട് ആൾക്കാർക്ക് അന്ന് 2015 അതൊരു വളരെയധികം നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ആ വാർത്തയ്ക്ക് കഴിഞ്ഞു. 2015 ഏറ്റവും കൂടുതൽ ഈ കേരളത്തിലെ നമ്മുടെ ഈ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവയവദാനം നടന്നിട്ടുള്ള വർഷവും 2015. അപ്പം അതിനൊരു നിമിത്തമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ നീലകണ്ഠ ശർമ്മയുടെ പേരിലൊരു ഫൗണ്ടേഷൻ ഈ അവയവദാനത്തിൻ്റെ അവയർനെസ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അവയവദാനത്തിൻ്റെ മഹത്വം ജനങ്ങളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സഹായിക്കാനുള്ള എന്തെങ്കിലും ചെറിയ സഹായം ഫൗണ്ടേഷൻ്റെ ഭാഗത്തുനിന്നും നൽകി വരുന്നുണ്ട്. 8ാമത്തെ ചരമവാർഷികത്തിന് ശ്രീ മാത്യു അച്ചാടൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഒന്നിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ആ ജീവിച്ച കാര്യം അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിയോഗം 11 വർഷത്തിനിപ്പുറം 11 വർഷം ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ദൈവം നൽകിയ ഒരു വരദാനമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്ന വേദന നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. എന്നാലും ഈ അവയവദാനത്തിൻ്റെ ഒരു സന്ദേശം എത്തിക്കാനായിട്ട് ശ്രീ മാത്യു അച്ചാടനും കഴിഞ്ഞു. അത് ദുഃഖത്തോടെ ആണെങ്കിലും ആ ഒരു വ്യക്തിയെ സ്മരിക്കുകയാണ്. അവരുടെ ഫാമിലിയുമായിട്ട് പ്രത്യേകിച്ച് നമുക്ക് അടുപ്പമൊന്നുമില്ല. ഈ വാർത്ത വന്ന സമയത്ത് ആദ്യം ഹൃദയം കൊടുത്ത സമയത്തും പോയി കാണാനൊന്നും അങ്ങനെ ഇരുന്നില്ല. എന്നാലും നമ്മൾ ഈ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ വിളിക്കുകയായിരുന്നു 8ാമത്തെ ചരമവാർഷികം. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ഇതൊക്കെ ആയിക്കഴിഞ്ഞതുകൊണ്ട് വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഇവിടെ വന്ന് തലേ ദിവസമേ വന്ന് ഇവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം ഫുൾ നമ്മുടെ എല്ലാ പരിപാടികൾക്കും കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നു, മകളുണ്ടായിരുന്നു കൂടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ് കൂടെ വന്നത്. അങ്ങനെ വന്ന് നമ്മുടെ കൂടെ ഒപ്പം ചെലവിട്ടു. ആ ഒരു സന്ദർഭം മാത്രമേ അദ്ദേഹവുമായിട്ട് അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ, ഭാര്യയുമായിട്ടും സംസാരിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് പോകാനുള്ള ഒരു ഇതില്ല. എന്തായാലും പോകും, ഒരു ദിവസം ഫോണിലെങ്കിലും വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നേരിട്ടൊന്ന് പോയി കാണണം എന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായാലും പോകാൻ നോക്കും. ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളത് ഇന്ന് വരെയും പിന്നെ ഭർത്താവിൻ്റെ ഒരു അവയവം അല്ലെങ്കിൽ ഒരു തുടിക്കുന്ന ഒരു ജീവൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ സയൻസ് നോക്കുമ്പോൾ നമ്മുടെ ആൾ നമ്മളെ വിട്ട് പോയി എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാവുന്ന സത്യം തന്നെയാണ്. വൈകാരികമായിട്ട് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് പേര് ഈ അവയവദാനം ഫേക്കാണെന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നവർക്ക് ഒരു മറുപടി എന്നോണം 11 വർഷം അദ്ദേഹം ജീവിച്ചു, ജനങ്ങളുടെ മുമ്പിൽ തന്നെ ജീവിച്ചു. അപ്പോൾ അതൊരു എല്ലാവർക്കും നമുക്ക് എടുത്ത്
കാണിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. നമ്മുടെ നടൻ ശ്രീനിവാസൻ പോലും ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞിരുന്നു, ഇതൊക്കെ ഫേക്കാണ്, ഇതിനകത്ത് അങ്ങനെയൊന്നും കാര്യമായ ആൾക്കാർക്ക് ജീവനൊന്നും കിട്ടത്തില്ല എന്ന്. പക്ഷേ അതിനൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണമായിട്ടായിരുന്നു മാത്യു ചേട്ടൻ ജീവിച്ചത്. അദ്ദേഹം പിന്നീട് അതിന് ശേഷവും വണ്ടിയൊക്കെ ഓടിച്ച് തന്നെ അത്യാവശ്യം ആരോഗ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്. അത് നമുക്കെല്ലാവർക്കും അവയവദാനം നൽകി കഴിഞ്ഞാലും അവർക്ക് അവരുടെ കുടുംബത്തിനും നല്ലത് തന്നെയാണ്. ഈ മരിച്ചുപോയ ആൾ എന്തായാലും നമുക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവയവത്തിലൂടെ മറ്റൊരാൾ ജീവിച്ച് കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്.